അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ ഒരിക്കൽ തൻ്റെ സ്വഹാബാക്കൾക്ക് ഇങ്ങനെ ക്ലാസ് എടുത്തു കൊടുക്കുകയാണ്. ആ കൂട്ടത്തിൽ ധാരാളം സ്വഹാബാക്കൾ ഇങ്ങനെ മുത്തുനബിയുടെ ഉപദേശം വളരെ ശ്രദ്ധയോടുകൂടെ കേൾക്കുകയാണ്. ആ കൂട്ടത്തിലെ ഒരു സ്വഹാബി ഇങ്ങനെ മുത്തുനബിയുടെ സദസ്സിൽ ഇരിക്കുമ്പോൾ ആ സ്വഹാബിയുടെ ഒരു ആൺകുട്ടി, ഒരു മകൻ ഓടി വന്ന്, ചെറിയൊരു മകൻ ഓടി വന്ന് തൻ്റെ വാപ്പാൻ്റെ അരികിൽ ഓടിയെത്തി. അപ്പോൾ ഈ സ്വഹാബി ആ കുട്ടിയെ സ്വീകരിക്കുകയും ആ കുട്ടിക്ക് ചുംബനം നൽകുകയും തൻ്റെ വലത്തെ മടിയിൽ അവിടെ നിന്ന് ഇരുത്തുകയും ചെയ്തു. അങ്ങനെ ആ ക്ലാസ് ഇങ്ങനെ മുന്നോട്ട് പോയി. അങ്ങനെ കുറേ നേരം കഴിഞ്ഞപ്പോൾ ഇതേ സ്വഹാബിയുടെ മറ്റേ ഒരു പെണ്ണുകുട്ടി അവിടെ നിന്ന് വന്നപ്പോൾ അയാൾ ആ പെണ്ണുകുട്ടിയും സ്വീകരിച്ചു, ആ പെണ്ണുകുട്ടിക്കും ചുംബനം കൊടുത്തു. പക്ഷെ എന്നാലും ആ കുട്ടിയെ അവിടെ നിന്ന് നിലത്തിരുത്തി. ബഹുമാനപ്പെട്ടവർ ഒന്ന് അങ്ങനെ പ്രത്യേകമൊന്നും ശ്രദ്ധിച്ചില്ല. അവിടെ നിന്ന് നിലത്തിരുത്തി. മറ്റേ കുട്ടിയെ തൻ്റെ തൊടയിലാണ് ഇരുത്തി, മടിയിലാണ് ഇരുത്തിയത്. മറ്റേ പെണ്ണുകുട്ടിയോ അവിടെ നിന്ന് നിലത്തിൽ ഇരുത്തി. അവിടെയാണ് മുത്തുനബി വിഷയത്തിന് അവിടെ നിന്ന് ഇടപെടുകയാണ്. വളരെ ഗൗരവത്തോട് കൂടെ ചിന്തിക്കേണ്ട ഒരു വിഷയമാണ്. മുത്തുനബി എത്രമാത്രം ശ്രദ്ധിക്കുന്നുണ്ട് എന്ന് വളരെ ഗൗരവത്തോടു കൂടെ മനസ്സിലാക്കേണ്ട വിഷയമാണ്. നേരത്തെ ആ കുട്ടി വന്നതും ഇയാളതിനെ ചുംബിച്ചതും തൻ്റെ മടിയിൽ ഇരുത്തിയതും അതൊക്കെ മുത്തുനബി ശ്രദ്ധിച്ചിരുന്നു. ഇപ്പോൾ രണ്ടാമതായി ഇത്രയെല്ലാം സ്വഹാബാക്കളുടെ ഇടയിൽ മുത്തുനബി ഈ കാര്യം കൂടി ശ്രദ്ധിക്കുകയാണ്. മറ്റേ ഒരു കുട്ടി വന്നപ്പോൾ അവിടുന്ന് താഴെ ഇരുത്തിയപ്പോൾ മുത്തുനബി തൻ്റെ ക്ലാസിൻ്റെ ഇടയിൽ ആ സ്വഹാബിയോടൊന്ന് ചോദിക്കുകയാണ്, ഫഹൽ അല ഫഖദിക്കൽ ഉഖ്റ, ഓ സ്വഹാബിയെ, ഓ മോനെ, ഓ കൂട്ടുകാരാ, നിങ്ങൾ ചെയ്തത് അത്ര ശരിയായില്ല. നിങ്ങൾക്ക് ആ പെണ്ണുകുട്ടിയെ തൻ്റെ ഇടത്തെ മടിയിൽ, തൻ്റെ മറ്റേ മടിയിൽ അവിടുന്ന് ഇരുത്താമായിരുന്നല്ലോ, എന്തിനാണ് താഴെ ഇരുത്തിയത്? അത് വല്ലാത്തൊരു അനീതിയായിപ്പോയല്ലോ. മറ്റേ ആൺകുട്ടിയെ തൻ്റെ മടിയിൽ ഇരുത്തുകയും പെൺമകളെ അവരെ തായിരുത്തിയത് ശരിയായില്ലല്ലോ. ആ സ്വഹാബി അതൊന്നും വലിയ കാര്യമായിട്ട് ശ്രദ്ധിക്കാത്തത് കൊണ്ടാണ്, അല്ലാതെ അനീതി കാണിച്ചിട്ടല്ല. എന്നാലും മുത്തുനബി എല്ലാ വിഷയത്തിലും അവിടെ നിന്നൊന്ന് ശ്രദ്ധിക്കുകയാണ്. ഇത് പറയലോടുകൂടെ ആ സ്വഹാബി തൻ്റെ മടിയിൽ ആ പെണ്ണുമകളെ ഇരുത്തതോടുകൂടെ മുത്തുനബി അതോടുകൂടി പറഞ്ഞു, ഫഅദൽത, ഇപ്പോഴാണ് നിങ്ങൾ നീതി ചെയ്തത് എന്ന് മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ വളരെ ഗൗരവത്തോടു കൂടെ ഇവിടുന്ന് മനസ്സിലാക്കി കൊടുക്കുകയാണ്. അപ്പോൾ ഇത് നാം മനസ്സിലാക്കേണ്ടത്, ഇതിപ്പോ ചെറിയ വിഷയമാണ്, ഇതിൽ കൂടുതലൊന്നുമില്ല. അയാൾ ശ്രദ്ധിക്കാതെ അവിടെ നിന്ന് തൻ്റെ മകളെ തായിരുത്തി എന്ന് മാത്രമുള്ളൂ. പക്ഷെ അതുപോലും ശരിയായില്ല. തൻ്റെ മക്കളെ ഒരുപോലെ നോക്കണം. അത് വാപ്പയുടെ ബാധ്യതയാണ്, ഉമ്മയുടെ ബാധ്യതയാണ്. ഒരു വിഷയത്തിനു പോലും മക്കളോട് അനീതി കാണിക്കാൻ പാടില്ല. എത്രയോ എല്ലാ മക്കളോടും ഒരുപോലത്തെ സ്നേഹങ്ങൾ ഉണ്ടാകണം, അവരോട് ഒരുപോലത്തെ വാത്സല്യം ഉണ്ടാകണം, അവരോട് എല്ലാ രീതിയിലും ഒരുപോലെ നീതി കാണിക്കണമെന്ന മുത്തുനബിയുടെ ഈ പാഠം എത്രമാത്രം ഗൗരവമാണ്. ഇതിനേക്കാൾ ഗൗരവമുള്ള എത്രയോ വിഷയങ്ങൾ നമ്മുടെ ജീവിതത്തിൽ മക്കളോട് നാം അനീതി കാണിക്കുന്നുണ്ട്. വളരെ ഗൗരവത്തോടു കൂടെ നാം ചിന്തിക്കേണ്ട ഒരു വിഷയമാണ്. പലപ്പോഴും നാം പഠിച്ചു വെച്ചിട്ടുള്ളത് എന്താണ്? മക്കൾക്ക് മാതാപിതാക്കളുടെ പൊരുത്തം ആവശ്യമാണെന്ന്. അതേപോലെ തന്നെ മാതാപിതാക്കൾക്കും മക്കളെ പൊരുത്തം ആവശ്യമുണ്ട് എന്ന് ഗൗരവത്തോടു കൂടെ മനസ്സിലാക്കണം. മക്കളെ മനസ്സുപോലും നാം വേദനിപ്പിക്കാൻ പാടില്ല. അവരോട് അനീതി കാണിച്ച് നാം അവരെ വെറുപ്പിച്ചാൽ, അവരെ വിഷമിപ്പിച്ചാൽ അതിൻ്റെ ഭവിഷ്യതയും മാതാപിതാക്കൾ അനുഭവിക്കേണ്ടി വരുമെന്നുള്ള ഗൗരവം കൂടി നാം മനസ്സിലാക്കണം. ഞാൻ അപ്പയാണ്, ഞാൻ ഉമ്മയാണെന്ന് പറഞ്ഞ് എനിക്ക് എന്തും മക്കളോട് കാണിക്കാം, എന്തും അവരോട് ചെയ്യാം എന്ന് ഒരിക്കലും നാം ധരിക്കരുത്. അതൊരിക്കലും പാടില്ല. ഇസ്ലാം അനുവദിക്കുന്നില്ല. അവരുടെ പൊരുത്തം കൂടി നമുക്ക് ആവശ്യമാണ്. അവരെയും വേണ്ടതുപോലെ നോക്കണം. നമ്മുടെ കടപ്പാട്. നമുക്കും അങ്ങോട്ട് ബാധ്യതയുണ്ട്, അവർക്ക് ഇങ്ങോട്ടും കൂടുതൽ ബാധ്യതയുണ്ട്. അത് ശരിയാണ്. പക്ഷെ നമ്മൾക്ക് പോലും നമ്മുടെ മക്കളോട് ധാരാളം ബാധ്യതകളുണ്ട് എന്നുള്ള ആ ഗൗരവമുള്ള വിഷയം നാം ഒരിക്കലും മറന്നുപോകരുത്. ഈ ചെറിയൊരു വിഷയത്തിന് പോലും മുത്തുനബി ഇത്രമാത്രം ഗൗരവത്തിൽ തൻ്റെ ഗൗരവമുള്ള ക്ലാസിൻ്റെ ഇടയിൽ
വിഷയത്തിൽ സ്വഹാബാക്കളൊക്കെയുമുള്ള ആ വിഷയത്തിൽ മുത്തുനബി ഇത്രമാത്രം ശ്രദ്ധിച്ചിട്ടുണ്ടെങ്കിൽ, അതിനത്രമാത്രം ഗൗരവത്തോടു കൂടെ ആ സ്വഹാബിയെ ഓർമ്മിപ്പിച്ചിട്ടുണ്ടെങ്കിൽ ആ വിഷയം എന്തുമാത്രം ഗൗരവമാണെന്ന് ഗൗരവത്തോടു കൂടെ മനസ്സിലാക്കേണ്ട ഒരു വിഷയമാണ്. അപ്പോൾ ഇതിനേക്കാൾ എന്തെല്ലാം ഗൗരവമുള്ള വിഷയമാണ് നമ്മുടെ ജീവിതത്തിൽ മക്കളോട് നാം അനീതി കാണിക്കുന്നു. എല്ലാ വിഷയത്തിലും അവർ വലുതായപ്പോൾ എങ്ങനെയാണെങ്കിലും ആൺമക്കളോടും പെൺമക്കളോടും അല്ലെങ്കിൽ മുതിർന്ന മക്കളോട് അല്ലെങ്കിൽ കൂടുതൽ പണമുള്ള മക്കളോട് തീരെ പണമില്ലാത്ത മക്കളോടൊക്കെ മാതാപിതാക്കൾ അനീതി കാണിക്കുന്നുണ്ട്. അതേ, അവരോട് സ്നേഹം കാണിക്കുന്നില്ല. ആ സ്നേഹത്തിന്റെ വിഷയത്തിലും വാത്സല്യ വിഷയത്തിലൊക്കെയും മാതാപിതാക്കളുടെ കുറവ് കാണിക്കുന്നുണ്ട് എന്നുള്ളത് യാഥാർത്ഥ്യമാണ്. എല്ലാവരോടും ഒരുപോലെ കാണിക്കുന്നില്ല. അത് വല്ലാത്തൊരു ദുഃഖകരമായ വിഷയമാണ്. ഈ വിഷയം വളരെ ഗൗരവത്തോടു കൂടെ ഓർക്കണം, മനസ്സിലാക്കണം. മുത്തുനബിയുടെ ഈ വിഷയം വളരെ ഗൗരവമുള്ളൊരു വിഷയമാണ്. അല്ലാഹു സുബ്ഹാനഹു വ തആല നമ്മുടെ മക്കളൊക്കെ നല്ല രീതിയിൽ നോക്കാൻ, നല്ല രീതിയിൽ അവരെ വളർത്താൻ അല്ലാഹു തൗഫീഖ് നൽകുമാറാവട്ടെ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.